Watch full episodes on Jio Hotstar. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നിയിട്ടുണ്ട്. ആ ഐഡിയ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് നോക്ക്. വോട്ടും പത്രവും ഉൾപ്പെട്ട ഈ നഗരത്തിലുള്ളവരെയെല്ലാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ട. ഇത് നീ ആരെ കഴിപ്പിക്കുവോ അവൻ ശരിക്കും ഒരു വിഡ്ഢിയായി മാറും. പിന്നെ അവൻ വിഡ്ഢികളെ പോലെ പെരുമാറുകയും ചെയ്യും. നമ്പർ 1 നമ്പർ 2 ഇപ്പൊ ഞാൻ ഈ നഗരത്തിലുള്ളവരെയെല്ലാം മന്ദബുദ്ധിയാക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം അവന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ. ചെല്ല് ചെല്ല്, എന്നിട്ട് ഈ മരുന്നെല്ലാവർക്കും മിഠായിൽ കലക്കി കൊടുക്കണം. എല്ലാവരും ഉണ്ടല്ലോ. ഇതാ ഞാൻ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് സന്തോഷകരമായൊരു ദിവസമാണ്. ഞങ്ങളുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്നു മുതൽ ഞങ്ങൾ ജോണിന്റെ പിടിയിൽ നിന്നും സ്വതന്ത്രരായി. എന്ത്, ജോണിന്റെ ഗ്യാങ്ങിൽ നിന്നും നിങ്ങളെ പുറത്താക്കിയോ? അങ്ങനെയല്ല ബോക്സർ ചേട്ടാ, ബോസ് സ്വയം ഫുർഫുറി നഗരത്തിൽ നിന്നും ഓടിപ്പോയതാ. എല്ലാവരും അയാളെ എപ്പോഴും അധികാരല്ലേ, അതുകൊണ്ട് അയാളെ പേടിച്ച് ഓടിപ്പോയി. ഇത് ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. വരൂ, നമുക്ക് എല്ലാവർക്കും മിഠായി കഴിക്കാം. എന്തായാലും ഇതിന് നല്ല രുചിയായിരിക്കും. ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനും കഴിക്കട്ടെ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷിച്ചിട്ടില്ല. എനിക്കും സ്വീറ്റ് വേണം. I am happy. ജോൺ ഓടിപ്പോയതിൽ നിങ്ങൾക്കെന്താ സന്തോഷമില്ലേ? ഉണ്ടെങ്കിൽ സ്വീറ്റ്സ് എടുത്തോളൂ. ഇതാ ഇപ്പൊ കഴിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് ഈ സമൂസ ഒന്ന് വായിലിട്ടോട്ടെ. എടുത്തോളൂ, ഇനിയുമുണ്ട് ഒരുപാട്. ഒരു മിനിറ്റ് നിൽക്കുമോട്ടോ, എനിക്ക് ഈ നെല്ലിനകത്ത് എന്തോ കല്ല് കടിക്കുന്നുണ്ട്. തീർച്ചയായും ഇതാ ജോണിന്റെ പണി തന്നെയാ. അത് ശരി, അതാണോ കാര്യം? എന്നാ നീ പറ, എന്താ ചെയ്യേണ്ടത്? ഇത് കൊള്ളാലോ വലിയേട്ടാ, ഇത് നല്ല മധുരമുള്ള മിഠായിയാണ്. ഞാൻ ഇതിനകത്ത് കേറിയിട്ട് ഗുസ്തി ചെയ്താലുണ്ടല്ലോ, ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അല്ല, ഇതെന്താ സംഭവം? ഗസീറ്റാറാമ എന്തൊക്കെയാ ചെയ്യുന്നേ? അതെ, എനിക്ക് ചന്ദ്രനിലേക്ക് പോകണം. വരൂ, കുറച്ചും കൂടി തടി കൊണ്ടുവരൂ. ഈ ഏണിയുടെ സൈസ് ഒന്നും കൂടി വലുതാക്കണേ. ഇതെന്തായി സംഭവിക്കുന്നേ? എന്റെ ചങ്കുകളെ, വരൂ വരൂ. നിങ്ങൾ ഈ റോക്കറ്റിൽ കയറിയൊന്നിരുന്നേ. ഇത് ഞാൻ മണ്ണിനടിയിലേക്ക് വിടാൻ പോവാ. ഇത് ആകാശത്തെ കൂടി പറക്കുന്ന റോക്കറ്റ് ഒന്നുമല്ല, ഇത് മണ്ണിനടിയിൽ കൂടി പറക്കുന്ന റോക്കറ്റാണ്. എനിക്ക് തോന്നുന്നത് ജോണിന്റെ ശിങ്കടികൾ അതിലെന്തോ മരുന്ന് കലക്കിയിട്ട് ഇവർക്ക് കൊടുത്തതെന്നാ. അതിന്റെ ഫലമായി ഇവരൊക്കെ ദേ കാട്ടിക്കൂട്ടുന്നത്. എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. ചിങ്കം സാറേ, നിങ്ങളെന്തിനാ ജയില് തല്ലി പൊട്ടിക്കുന്നത്? എന്തിനാണെന്നോ, അകത്തുള്ള കുറ്റവാളികൾക്കൊക്കെ ശുദ്ധവായു കിട്ടാൻ വേണ്ടി. അപ്പോഴീ കുറ്റവാളികളൊക്കെ ഓടിപ്പോവൂലേ? എംപോസിബിള്, അറിയാമല്ലോ, എംപോസിബിള്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അവന്മാര് രക്ഷപ്പെടാൻ നോക്കിയാൽ അപ്പൊ തന്നെ അവരെ തലയിലെ ചുറ്റുകൊണ്ട് അടിച്ച് തറയില് വീഴ്ത്തും ഞാൻ.
ഞാനാണ് ഈ നഗരത്തിന്റെ രാജാവ്, നിങ്ങളുടെയൊക്കെ മഹാരാജാവ് ജോൺ ദി ഡോൺ. മോട്ടു ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കേ. ജോണിന് സംശയം തോന്നാൻ പാടില്ല, നമുക്ക് കുഴപ്പമില്ലെന്ന്. രാജാവ് നീണാൾ വാഴട്ടെ. രാജാവേ, ഞങ്ങൾ ജയില് തല്ലിപ്പൊട്ടിക്കുകയാണ്. അകത്തുള്ള കുറ്റവാളികൾക്ക് ശുദ്ധവായു കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ എല്ലാവരെയും സഹായിക്കുക. എല്ലാവരുടെ ആഗ്രഹവും ഞാൻ പൂർത്തീകരിച്ചു തരും. കാരണം ഞാൻ നിങ്ങളുടെ മഹാരാജാവല്ലേ. മഹാരാജാവേ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വെക്കാം. അതിനിപ്പോ നിങ്ങൾ ധൈര്യമായി തുടങ്ങിക്കോളൂ. മറ്റുള്ളവർ തമ്മിൽ അടികൂടുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ശാന്തരാകൂ. നമ്മുടെ മഹാരാജാവ് ജോൺ ദി ഡോൺ എഴുന്നള്ളുന്നു. അഥവാ ഫുർഫുറി നഗറിൽ വേറെ സിംഹങ്ങളുണ്ടെങ്കിൽ വരൂ. എന്നിട്ട് കമൽപൂരിലെ ഈ സിംഹത്തിനോട് ഏറ്റുമുട്ട്. വരൂ. ഇത് ഞങ്ങളുടെ മഹാരാജാവിന് അപമാനമാണ്. ഞങ്ങൾക്ക് ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ഞങ്ങളുടെ രാജാവ് സ്വയം ഈ അഹങ്കാരിയായ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുക. ഞങ്ങളുടെ മഹാരാജാവ് റിങ്ങിനകത്ത് നിന്നെ എടുത്തിട്ട് ഇടിച്ചിടിച്ച് നിന്റെ മുഴുവൻ എല്ലും ഓടിക്കുന്നതായിരിക്കും. പിന്നെ നീ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേണ്ടി വരും. അല്ല ഭദ്രു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എന്തിനു ബോക്സിംഗ് ചെയ്യണം? രാജാവാണ് രാജാവ്. ചെല്, നീ ചെന്ന് ബോക്സിംഗ് ചെയ്യാൻ ചെല്ലണം. നീ എന്റെ പ്രജയാണ്. മഹാരാജാവേ, അങ്ങിതെന്താണ് പറയുന്നത്? അങ്ങിപ്പോൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഒരു ഭീരുവായിട്ട് ജനങ്ങൾ കാണൂ. പിന്നെ നിങ്ങളെ മഹാരാജാവായിട്ടും ആരും കാണില്ല. അവന്റെ അടുത്തേക്ക് ചെന്ന് അങ്ങ് ഒരു ഇടിയെങ്കിലും കൊടുത്തിട്ട് വരൂ. അത് കഴിയുമ്പോൾ അവൻ സ്വയം തോറ്റ് പിന്മാറിക്കോളും. ഞങ്ങൾ അവനെ പേടിപ്പിച്ചോളാം. മഹാരാജാവിനെ എങ്ങാനും തോൽപ്പിച്ചാൽ നിന്റെ ഈ മൊട്ടത്തല ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തുമെന്ന്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ പോയി ബോക്സിംഗ് ചെയ്യാം. 2 പഞ്ചല്ല 4 പഞ്ച് ഞാൻ കൊടുക്കാം. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. നിങ്ങൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കൂ. നിങ്ങൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കൂ. നമ്മുടെ മഹാരാജാവ് ജോൺ ദി ഡോൺ മാർസ് പ്ലാനറ്റിനെ കീഴടക്കാൻ പോവുകയാണ്. നമ്മുടെ രാജാവിന്റെ ഈ ഭരണം യൂണിവേഴ്സ് മുഴുവൻ പടരാൻ പോവുകയാണ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജാവേ, അങ്ങ് മാർസ് പ്ലാനറ്റിൽ പോയിട്ട് വന്നതിന് ശേഷം ഡോക്ടർ ജഡ്കയുടെ റോക്കറ്റിൽ കയറി നിങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകാം. പക്ഷെ ഇപ്പോൾ മാർസിൽ തന്നെ പോകണം. എനിക്ക് ഇപ്പോഴാ സത്യം മനസ്സിലായത്. നിങ്ങൾ 2 പേരും മന്ദബുദ്ധികളായില്ല. നിങ്ങൾ 2 പേരും ആ മിഠായി കഴിച്ചില്ലല്ലേ? നിങ്ങൾ എന്റെ ജീവിതം താറുമാറാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ? ഇപ്പൊ ജീവൻ തിരിച്ചു വേണമെങ്കിൽ എല്ലാവരും ശരിയാക്കാനുള്ള ആന്റിഡോട്ട് താ, എങ്കിൽ രക്ഷിക്കാം. അല്ലെങ്കിൽ വല്ല മാർസിലോ പാതാളത്തിലോ പോയി ജീവിക്കേണ്ടി വരും. അവിടെ നിനക്ക് വീഴാനുള്ള ഒരു അവസരം പോലും ലഭിക്കില്ല. ഇല്ല, ഞാൻ തരില്ല, ഒരിക്കലും തരില്ല. അത് ഞങ്ങളെ ഈ തെറ്റാലിൽ കയറ്റി വിടുന്നത് തന്നെയാ. നമ്പർ 1, നമ്പർ 2, ഒരെത്തും പിടിയെ കിട്ടുന്നില്ലല്ലോ. പറയൂ ജോൺ രാജാവേ, ആന്റിഡോട്ട് തരുന്നോ അതോ പാതാളത്തിലേക്ക് പോകണോ? തരാം, തന്നേക്കാം. എന്റെ ദേവി ഇതൊന്ന് വിട്ടേക്കണേ. എനിക്ക് രാജാവും ആകണ്ട, ഒന്നും ആകണ്ട.
ഇന്ന് മിഠായി എടുത്ത് കഴിച്ചോളൂ. ജോണേ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ട വഴിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. എത്ര പ്രാവശ്യം ഞാൻ ബോസിനോട് പറഞ്ഞു 1000 വർഷം ജീവിക്കാം, പക്ഷേ ഒരിക്കലും മോട്ടുവും പത്തിനോട് കളിക്കരുത്. പക്ഷെ ബോസ് കേട്ടതേയില്ല. ഇതെന്താ ബോസിന് എന്ത് പറ്റി? ബോസ് ഉണരൂ, ബോസ് ഉണരൂ. മോട്ടു എവിടെ? മോട്ടു എവിടെ? എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും ഇവരുടെ സ്വപ്നത്തിൽ വരുവാണല്ലോ. ഉറങ്ങിക്കഴിഞ്ഞ അപ്പൊ പണ്ടാര സ്വപ്നവും വരും. ആ സ്വപ്നത്തിലാണെങ്കിൽ മോട്ടുവും അത് പോരാഞ്ഞിട്ട് എടുത്തിട്ട് ഇടിക്കുക. കൂമ്പ് വരെ വാട്ടിക്കളഞ്ഞു. കൊള്ളാം ബോസ്, കൊള്ളാം. മോട്ടുവിനെ പറ്റി എത്ര നല്ല കവിതയാ പറഞ്ഞേ. നിന്റെ ഒടുക്കത്തെ ഒരു കവിത. ആ മോട്ടൂരിട്ട് ഒരു പണി കൊടുക്കാതെ ഞാൻ വെറുതെ വിടില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കളിച്ച് കളിച്ച് അവനിപ്പോ എന്റെ സ്വപ്നത്തിലും വരാൻ തുടങ്ങിയിരിക്കുന്നു. അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ പമ്പ കടത്തണം. ബോസ് ബോസ്, ഒരു കാര്യം അറിഞ്ഞോ? ഇന്ന് ഫുർഫുറി നഗരത്തിൽ ഷൂട്ടിംഗ് ഉണ്ട്. മാത്രമല്ല ഷൂട്ടിങ്ങില് ചിക്കൻ ബിരിയാണിയും കൊടുക്കുന്നുണ്ട്. ബോസ്, നമുക്ക് ലഞ്ച് ഇന്ന് അവിടെ കഴിക്കാം. എന്ത് ഈ നാട്ടിലെ സിനിമ ഷൂട്ടിംഗ്? അത് പോരാഞ്ഞിട്ട് ലഞ്ചും. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ചിന്ത തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ മോട്ടുകൊണ്ട് 10 കൊണ്ട് കൊടുക്കാൻ പോകുന്ന പണി 8ന്റെ പണിയാ. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവന്മാരെ ഞാൻ തേജോവധം ചെയ്ത് കാണിക്കാം. ഓഹോ, ഡയറക്ടർ സാറേ, ക്യാമറയിലെ ഫിലിം തീർന്നു പോയി. ഞാനിപ്പോ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, പെട്ടെന്നാട്ടെ പെട്ടെന്ന്. ഡയറക്ടർ സാറേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ശരിക്കും ഇതൊരു ഭ്രാന്ത് പിടിച്ച കുതിരയാ. ഇതിന് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കരുത് കേട്ടോ. ഇതിനെ കടിഞ്ഞാൽ എത്ര മുറുക്കി വലിച്ചാലും അത്ര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കും. ഇത് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ വേറൊരു കുതിര എടുത്തോണ്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആരും ഇറങ്ങിപ്പോകരുത്. എല്ലാവരും ഗോഡൌണിനകത്തേക്ക് കയറ്. വേഗം ഗോഡൌൺ അടച്ച് പൂട്ട. വേഗം. ഇനി വേഗം വേഷം മാറി ഷൂട്ടിങ്ങിന് പോവാൻ തയ്യാറായിക്കോ. ജോണായി കഴിഞ്ഞു ഡയറക്ടർ ഡോൺ. ജോണായി കഴിഞ്ഞു ഡയറക്ടർ ഡോൺ. നമ്പർ 1 നീ ക്യാമറമാൻ ആയിക്കോ. നമ്പർ 2 നീ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. ഹീറോയെ ഇതുവരെ കണ്ടില്ലല്ലോ. ഹീറോ എന്താ ഇതുവരെ വരാത്തത്? ഇതുപോലെ ലേറ്റ് ആയി വരുന്നവരെ എന്റെ സിനിമയ്ക്ക് ആവശ്യമില്ല. അവര് പറഞ്ഞാൽ പുതിയൊരു ഹീറോയെ വെച്ച് പടമെടുക്കാൻ പോവാ. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പുതുമുഖത്തെ വെച്ച് ഞാൻ പടമെടുക്കും.
കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഞാൻ വിചാരിച്ച പോലെയുള്ള ഹീറോ എനിക്ക് കിട്ടി. നീ ഇപ്പൊ ഹീറോ ആയി കഴിഞ്ഞു. നീയാണ് എന്റെ ഹീറോ. മോട്ടു, ആശംസകൾ. നീ ഹീറോ ആയി. ഗുഡ് ലക്ക്. വാ ഹീറോ. അത് നീ കുതിരയുടെ മുകളിൽ കയറി ഒരുപാട് ദൂരം ഓടിക്കണം. എന്നിട്ട് നീ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കണം. ഓക്കേ? ഓക്കെ സാർ, ഞാൻ എത്തിക്കോളാം. സാറ് ആക്ഷൻ മാത്രം പറഞ്ഞാൽ മതി. ആക്ഷൻ. അല്ല, ഇവരൊക്കെ ആരാ? നമ്മുടെ യൂണിറ്റുകാരൊക്കെ അവിടെ പോയി. അതെ കുതിരച്ചേട്ടാ, മേലോട്ടല്ല നേരെ പോകേണ്ടത്. ആ ഡയറക്ടർ സാറിന്റെ അടുത്തേക്ക് പോകൂ. കുതിര സ്റ്റോപ്പ് സ്റ്റോപ്പ്. യോ, എന്നെ കൊല്ലുന്നേ. ഒന്ന് നിൽക്കൂ. എന്തുവാടേ നിന്റെ ഫ്രണ്ട് എന്തോന്ന് കാണിക്കുക? കട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ. ഒരു കുതിരയെ പോലും ഓടിക്കാൻ അറിയാത്തവരാണോ എന്റെ പടത്തിലെ ഹീറോ ആവാൻ വേണ്ടി വന്നിരിക്കുന്നേ? ഈ കുതിരയെ ഞാൻ നിർത്തിത്തരാം. കട്ട് ചെയ്യണ്ട. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവൻ വരെ പണയം വെച്ചാ പോയിരിക്കുന്നത്. ഹീറോയുടെ കൂട്ടുകാരൻ ഹീറോയെ രക്ഷിക്കാൻ പോയിരിക്കുക. ഒന്ന് കാണാം. വാ, കലക്ക സ്റ്റണ്ട്. ശരിക്കും ഈ ഷോട്ട് എടുക്കണമായിരുന്നു. ഇവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു ക്യാമറയിൽ ഫിലിം ഇല്ലെന്നുള്ള കാര്യം. ഇവർക്ക് ഫിലിം കൊടുത്തിട്ട് വരാം. ഡയറക്ടർ സാറേ, ഹലോ ഡയറക്ടർ സാറേ, ഈ മാറി ഇവിടുത്തെ ഷൂട്ടിംഗ് നടക്കുമ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്റെ പത്രം നീ എന്നെ രക്ഷിക്കുവാണോ അതോ കൊല്ലാൻ നിൽക്കുവാണോ? സാറേ ക്യാമറയിൽ ഫിലിം നിന്നോട് പോ. മലയാളത്തിലല്ലേ പറഞ്ഞത്. ഇനിയെങ്ങാൻ എന്റെ മുമ്പിൽ വന്ന് നിന്നാലുണ്ടല്ലോ കുറിച്ച് നിർത്തി ഞാൻ കൂമ്പിടിച്ച് മാറ്റും. ഈ നാട്ടുകാര് മൊത്തം കാഴ്ചക്കാരായിട്ട് നിൽക്കുമ്പോ ഇവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാ ഇപ്പോൾ സഫലമായിരിക്കുന്നേ. എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്തൊരു സ്റ്റണ്ടാണിത്. കണ്ടോടാ കിഴങ്ങ, ഇതിനാണ് സ്റ്റണ്ട് എന്ന് പറയണത്. അല്ലാണ്ട് നീ കാണിക്കുന്ന പോലത്തെ അലമ്പ് അഭ്യാസമല്ല സ്റ്റണ്ട്. ആ മനുഷ്യൻ എങ്ങനെയാണ് മറ്റാളുടെ വയറിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് ആ സ്റ്റണ്ട് കാണിക്കുന്നത് മനസ്സിലാവുന്നുള്ളടാ പൊട്ട. എന്നിട്ട് കുതിരയ്ക്ക് വട്ടാണെന്ന്. വട്ട് തീരക്കാനടാ കുരങ്ങ. Hey, Motu Patlu, why fear when Chingam is here? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ചിങ്കം സാറെ ഡയലോഗ് നിർത്ത്. എന്നിട്ട് ഈ ഭ്രാന്ത് പിടിച്ച കുതിരയെ നിർത്ത്. Hey, stop in the name of law. കുതിരകളുടെ നിയമമാണ് സത്യം. മര്യാദയ്ക്ക് നിന്നോ. ഭാരത മാതാവാണ് സത്യം. അവിടെ നിൽക്കാൻ. ഏയ്, എന്റെ അമ്മ രക്ഷിക്കണേ. ഈ ഭ്രാന്ത് പിടിച്ച കുതിരടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കണേ മമ്മി. കാണടാ, ഇതാടാ സ്റ്റണ്ട് എന്ന് പറയണത്. ഹോളിവുഡ് സ്റ്റൈൽ സ്റ്റണ്ട്. കണ്ടുപഠിക്കടാ പൊട്ട കാണാരാ. എന്റെ അമ്മോ. ഓ എന്റെ കുതിര, എന്റെ ചങ്ക, ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന് നോക്ക്. നിനക്കിത് ഒരുപാട് ഇഷ്ടമല്ല. നിന്റെ ഫേവറേറ്റ്. ഇതാ പോട്ടു പതിനു കൂട്ടുകാരെ, ഇത് പിടിക്ക.
എന്റെ പത്തില് വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ഇപ്പൊ നോക്കിക്കോ ഈ കുതിര എങ്ങനെ നിൽക്കുന്നെന്ന്. കഴുതയ്ക്ക് പോലും ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അതിനോട് ഒരു പ്രാവശ്യം അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അത് നിന്നോളും. ഈ കുതിര എന്താ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ? എനിക്ക് തോന്നുന്നത് ഇത് കുതിരയുടെ രൂപത്തിലുള്ള കഴുതയാന്നാ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു നോക്കാം. അപ്പൊ ഇത് നിൽക്കുകയാണെങ്കിൽ കുതിരയാണ്, അല്ലെങ്കിൽ ഇത് കഴുതയാണ്. എന്റെ കുതിര ചേട്ടാ ഒന്ന് നിൽക്ക്. നീയൊക്കെ എന്തോന്ന് ഹീറോയാണേ. ഒരു കുതിരയെ പോലെ നിനക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? നീ എന്റെ ഷൂട്ടിംഗ് നശിപ്പിച്ചു. വാ ഇനി നമുക്ക് റീഷൂട്ട് ചെയ്യാം. ഡയറക്ടർ സാറേ, നിങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ചു തരൂ കുതിരയെ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണോന്ന്. പിന്നെ മോട്ടു അത് കണ്ടിട്ട് തീർച്ചയായും അതുപോലെ ചെയ്യും. വേണ്ട വേണ്ട, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. വിട്, ഞാൻ ചെയ്യില്ല. രക്ഷിക്കണേ മമ്മി. എന്തോന്ന് കുതിര ഇത്? അവിടെ നിൽക്ക്. വാ സാർ വാ. എന്തൊരു സ്റ്റണ്ടായിരുന്നു സാറായി. ഓ പെട്ടെന്നുള്ള സഹിക്കൂല സാറേ. പക്ഷെ ഈ സ്റ്റണ്ട് ഒട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ജോണിന്റെ ഈ അവസ്ഥ പക്കായിട്ട് ഷൂട്ട് ചെയ്തിരിക്കും. വേണ്ട വേണ്ട. രക്ഷിക്കാൻ പുറത്തപ്പോ എന്നെ ചവിട്ടി നിൽക്കുവാണ്. മൂട്ടുമ്പത്തിലൂ എന്നെ ഒന്ന് രക്ഷിക്ക്. എങ്ങനെയെങ്കിലും ഈ കുതിരയൊന്ന് തിരിച്ചു വിളിക്കേ. സിംഗം സാറേ എന്നെ രക്ഷിക്കണേ. ബോസ്, അത് കണ്ടോ തമാശ? ഞാൻ പറഞ്ഞില്ലേ ബോസിന്റെ കൊടുങ്കാറ്റ് ഐഡിയ ഒന്നും വേണ്ടാന്ന്. മോട്ടും പത്രവും അടുത്ത് ഈ കളി വേണ്ടാന്ന്. പക്ഷെ പറഞ്ഞാ കേക്കില്ലല്ലോ. കേട്ടോണ്ടായിരിക്കുന്നേ, കേട്ടോണ്ടാണ്. ഈ ആൾക്കാര് പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ടാണ് നിൽക്കുന്നത്. എന്നാലും ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.